പ്രാർത്ഥനയോടുകൂടെ വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധി നമുക്ക് നിൽക്കാം. നാം ഇന്ന് വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. നമ്മെ വിടുവിച്ച കർത്താവിനെ, നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ നാം കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്നിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ 33-ാം സങ്കീർത്തനം, അത് ഈ സങ്കീർത്തനത്തിൽ ആരെഴുതി എന്നുള്ള വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അതിൻ്റെ മുൻ സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അത് ദാവീദ് എഴുതിയൊരു സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ പ്രതിസന്ധിയിലൊക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ കൂടുതൽ സമയമെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു ദാവീദ്. താൻ കിന്നരം വീട്ടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും തനിക്ക് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. പ്രശ്നങ്ങളിൽ പതറിപ്പോകാതെ നിൽക്കാൻ ഹല്ലേലൂയ തനിക്കൊരു മനസ്സുണ്ടായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. ഈ 33-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വാക്യം മുതൽ നമുക്ക് കാണാൻ കഴിയും, യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പാൻ. സ്തുതിക്കേണ്ട, എങ്ങനെ സ്തുതിക്കണമെന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ 3 വാക്യങ്ങൾ നമുക്ക് എടുത്ത് കാണുവാൻ കഴിയും. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുക, ഘോഷിച്ചുല്ലസിക്കുക. ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കാൻ നാം തയ്യാറാകണം. സ്തുതിക്കുന്നത് നേരിലുള്ളവർക്ക് ഉചിതമാണ്. ഹല്ലേലൂയ. നാം നേരോടെ നടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നാം സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ, അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷ സ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ. ദൈവം സ്തുതിക്ക് യോഗ്യനായതുകൊണ്ട്, മഹത്വത്തിന് യോഗ്യനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്, പുകഴ്ച യോഗ്യനാണ്. കർത്താവിനെ ആരാധിക്കാൻ കാരണങ്ങളെ പറ്റി താഴേക്കുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയാണ്. വംശങ്ങളുടെ നിരൂപകളെ നിഷ്ഫലമാക്കുന്നു നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നിനക്കെതിരെയുള്ള നിരൂപണങ്ങളെ, നമുക്കെതിരെ ഉയരുന്ന ചില വെല്ലുവിളികൾ, ചില ഗൂഢാലോചനകളൊക്കെ ഹല്ലേലൂയ നാം പോലും അറിയാതെ നിഷ്ഫലമാക്കുന്ന ഒരു കർത്താവാണ്. അഹീത്തോഫേലിന്റെ ഗൂഢാലോചനകളെ നിഷ്ഫലമാക്കിയതുപോലെ നമുക്കെതിരെ ചില ഗൂഢാലോചനകൾ വരുമ്പോൾ അവൻ നിഷ്ഫലമാക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തെ ആരാധിപ്പാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ തലമുറയായിട്ട് നിൽക്കുകയാണ്. നാം നമ്മെക്കുറിച്ച് എന്തെല്ലാം വിചാരപ്പെടുന്നു, നമ്മുടെ മക്കളെക്കുറിച്ച് വിചാരപ്പെടുന്നു, നമ്മുടെ ഭാവിയെക്കുറിച്ച് വിചാരപ്പെടുന്നു. എന്നാൽ നിന്നെക്കുറിച്ച് വിചാരപ്പെടാൻ ഒരാളുണ്ട്. അവൻ തലമുറയായി അവൻ നിനക്ക് വേണ്ടി വിചാരപ്പെടുകയാണ്. ചോദിക്കുന്നില്ല, നിനക്കുന്നില്ല, അത്യന്തം പരമായി ചെയ്യുക, നിനക്ക് വേണ്ടി വിചാരിക്കാൻ, നിനക്ക് വേണ്ടി ചിലത് കണക്ക് കൂട്ടി വച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ചില വഴികൾ തുറന്നു വന്നിട്ടുണ്ട്. അത് തക്ക സമയത്ത് വെളിപ്പെടുന്ന ഈ ഭാരപ്പെടണ്ട. അതാണ് തിരുവചനം പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആ വിചാരപ്പെടാൻ നമുക്ക് കർത്താവുണ്ട്. അതുകൊണ്ട് നാം ദൈവത്തെ ആരാധിപ്പാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ പ്രധാനപ്പെട്ട ആ വാക്യത്തിലേക്ക് നാം കടന്നു വരികയാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നുമില്ല. ഹല്ലേലൂയ. എന്താണ് അതിനെ ഓർപ്പിക്കുന്നത്? ഒരു സൈന്യത്തിനോ ഒരു കുതിരയ്ക്കോ ഒന്നും ഹല്ലേലൂയ ജയിക്കാൻ കഴിയത്തില്ല. ജയിക്കാൻ കഴിയുന്നെങ്കിൽ ദൈവം കൂടെ ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. നിന്റെ ജീവിതത്തിൽ ഒരു ജയം കർത്താവ് തന്നിരിക്കുക. ഹല്ലേലൂയ. അത് സൈന്യബലം കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം ദൈവത്തെ ആരാധിപ്പാൻ കടപ്പെട്ടവരാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 33-ാം സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ അതിപ്രധാനമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വാക്യമാണ്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. യഹോവയുടെ ദൃഷ്ടി ഇന്ന് പകൽ ഓർക്കണമേ. യഹോവയുടെ ദൃഷ്ടി ഹല്ലേലൂയ തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലുണ്ടെന്ന്. ഒരു ക്യാമറയുടെ കണ്ണിൽ ചിലത് ക്യാച്ച് ചെയ്യുന്ന പോലെ നിന്നെ ക്യാച്ച് ചെയ്യുന്നത് നീ പോകുന്നിടത്ത്. അല്ലെങ്കിൽ നീ ഉറങ്ങുമ്പോഴും ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. നീ സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താലും അവിടെയും അവനുണ്ട്, അവിടെയുണ്ട്. അല്ലെങ്കിൽ നീ ഏത് അവസ്ഥയിലായാലും നിന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഒന്നാമതായി ഇന്ന് പകൽ മനസ്സിലാക്കണം. നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല. അവൻ്റെ ദൃഷ്ടിയിൽ നിനക്ക് മറയാൻ കഴിയില്ല. അവൻ്റെ ഒരു പ്രൊട്ടക്ഷൻ തൻ്റെ ഭക്തന്റെ മേൽ.
അവന്റെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അവന്റെ കൺപോളയുടെ ദൃഷ്ടികോണിൽ നിന്ന് ഒരു നിന്നെ എടുക്കാൻ കഴിയില്ല. മനസ്സിലാക്കണം, ഒന്നാമതായി മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയും, ഹല്ലേലൂയ, സ്തോത്രം, ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പത്രോസിനെ യേശു നോക്കി. ദൈവത്തിൻ്റെ നോട്ടങ്ങളെ കുറിച്ചാണ് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായി ഓർക്കുക, അവൻ്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട് കേട്ടോ, നീ എവിടെ പോയാലും ഉണ്ട്. ഹല്ലേലൂയ. പത്രോസിനെ യേശു നോക്കി എപ്പോഴാണെന്നറിയാമോ? പത്രോസ് തള്ളിപ്പറഞ്ഞ സ്ഥാനത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോഴി, ഹല്ലേലൂയ, സ്തോത്രം, കൂകും മുമ്പേ നീ എന്നെ തള്ളിപ്പറയുമെന്നുള്ള ദൈവത്തിന്റെ വചനം ഓർത്തു പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശുവിന്റെ കൂടെ നടന്ന പത്രോസ്, ഹല്ലേലൂയ, താനും പിടിപ്പെടുമെന്ന് അകപ്പെടുമെന്ന് വിചാരിച്ചപ്പോൾ താൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശു നോക്കി, പത്രോസിനെ നോക്കി. ഇന്ന് പകൽ നീ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവൻ നിന്നെ നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ? നീ ഒന്ന് മടങ്ങി വരാൻ. ഹല്ലേലൂയ. അവനിൽ നിന്ന് മാറാൻ നിനക്ക് കഴിയില്ല. പത്രോസേ, നീ അത്ഭുതം കണ്ടവനല്ലേ? നീ യേശുവിന്റെ സ്നേഹം അറിഞ്ഞവനല്ലേ? പിന്നെ എന്നാ തള്ളിപ്പറയുന്നത്? യേശു നോക്കി, പത്രോസേ, നീ എന്നെ തള്ളിപ്പറഞ്ഞില്ലേ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു നോക്കിയാണ്, ചിലർ നോക്കിയാണ്, അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും 7-ാം വാക്യത്തിൽ, ഇസ്രായേൽ മക്കളുടെ കഷ്ടത കണ്ടു. ഹല്ലേലൂയ. നീ കഷ്ടതപ്പെടുമ്പോൾ, നീ വേദനപ്പെടുമ്പോൾ അവൻ നിന്നെ നോക്കിയോട്. നിന്നെ വിടുവിക്കാൻ ശക്തനായ ദൈവം. നീ കഷ്ടപ്പെടാൻ അവൻ അനുവദിക്കില്ലെന്ന് അവൻ്റെ നോട്ടം നിന്റെ പോലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണാൻ കഴിയും, അവൻ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. നിന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം. മറ്റുള്ളവർക്ക് നിന്റെ ഹൃദയം അറിയില്ല, എന്നാൽ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. വീണ്ടും അവൻ നോക്കുന്ന എന്തിനാണെന്നോ? തങ്ങൾ ഏകാഗ്ര ജിത്തന്മാരായിരിക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് നോക്കിയിരിക്കുന്ന ആരുണ്ടെന്ന് കർത്താവ് നോക്കുക. നീ പലതിലേക്ക് നോക്കി ക്ഷീണിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആരുണ്ടെന്ന് അവൻ നോക്കുക. നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മുഖം ലജ്ജിപ്പാൻ അവൻ അനുവദിക്കില്ല. വീണ്ടും പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24 നാം വായിക്കുന്ന ഒരു വാക്യം കൂടെ ഹല്ലേലൂയ ഇത്തരണത്തിൽ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. പ്രഭാതയാമത്തിൽ അഗ്നി, ഹല്ലേലൂയ, സ്തംഭത്തിൽ നിന്ന് അവൻ, ഹല്ലേലൂയ, മിസ്രൈമിലെ രഥങ്ങളെ നോക്കി. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ, ഹല്ലേലൂയ, ചെങ്കടൽ കടന്ന് അവർ ഏകദേശം മധ്യഭാഗത്തെത്തിയപ്പോൾ ഫറവോൻ്റെ രഥങ്ങൾ അവരെ പിന്തുടർന്നു. ഹല്ലേലൂയ. അവരെ പിടിക്കുമെന്ന് നോക്കിയപ്പോൾ ദൈവം നോക്കി അവൻ്റെ ഫറവോൻ്റെ രഥചക്രങ്ങളെ, ഹല്ലേലൂയ, മിസ്രൈമിൻ്റെ രഥചക്രങ്ങളെ താറുമാറാക്കി. അവൻ്റെ ഒറ്റ നോട്ടത്തിൽ ഇന്ന് മകൾ പരിശുദ്ധൻ ഓർപ്പിക്കുകയാണ്, നിനക്കെതിരെ പ്രവർത്തിക്കുന്ന, നിന്റെ പുറകെ വരുന്ന ചില പൈശാചിക മേഖലകളെ, നിന്നെ പിന്തുടർന്ന ചില അന്ധകാരത്തിന്റെ ശക്തികളെ, നിന്നെ തകർക്കാൻ നോക്കുന്ന ചില ശക്തികളെ, യേശു ക്രിസ്തുവിന്റെ ഒറ്റ നോട്ടം മതി, അത് തകർന്ന് തരിപ്പണമാകാൻ പോകുകയോ. നിന്നെ ഇപ്പോൾ പിടിക്കുമെന്ന് അല്ല ശത്രു ഹല്ലേലൂയ ചിന്തിക്കുമ്പോ ചിലത് താറുമാറാകാൻ പോകുക. നിന്നെ തകർക്കാൻ, നിന്നെ എത്തിപ്പിടിക്കാൻ വരുന്ന, നിന്നെ പിന്തുടർന്ന ചില പാരമ്പര്യത്തിലെ വ്യാപാരങ്ങൾ, ചില രോഗശക്തികളെ, ചില അന്യായ കെട്ടുകളെ ഇന്ന് മകളെ യേശു നോക്കൂ. തകരട്ടെ. ആത്മാവിൽ ആരാധിച്ച് ജയമെടുത്തോ. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രുവിന്റെ രഥങ്ങൾ തകരുകയോ. ശക്തിയോടെ ആരാധിച്ചോ.
ഇല്ല, നിന്നെ പിടിക്കാൻ ദൈവം അനുവദിക്കില്ല, നിന്നെ തകർക്കാൻ ദൈവം അനുവദിക്കില്ല. അവൻ നോക്കിയ ശത്രുവിന്റെ രഥത്തിൽ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യമുണ്ട്. ആരാധന തുടങ്ങിയിട്ടുള്ളൂ. ശക്തിയോടെ ആരാധിക്കണം. കൊയർ പാടുമ്പോൾ കരങ്ങളെ അടിച്ച് അധരങ്ങൾ തുറന്ന് ശക്തിയോടെ പാടി ആരാധിച്ചോട്. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ സഭായോഗത്തിൽ പ്രാരംഭ സമയം ദൂതായി പറയുകയാണ്. ചിലത് തകരാൻ പോകുക. ശത്രുവിന്റെ പ്രവർത്തികൾ, നിനക്കെതിരെയുള്ള ശത്രുവിന്റെ പ്രവർത്തികൾ തകരാൻ പോകുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ കാണാതെ